ഡേയിൽ പങ്കെടുക്കാൻ ബ്രില്യന്റിന്റെ പാലാ സെന്ററിൽ നിന്നും അതുപോലെ വിവിധ സെന്ററുകളിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫസേഴ്സ് ആണ് നമുക്കിപ്പം നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഇന്നത്തെ ഈ സ്റ്റേജിൽ അവരുടെ ഫാമിലിയോടൊപ്പം ഇത്രയും പ്രൗഡായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്രയും വലിയ റാങ്കും മാർക്കും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബാക്ക് ബോണുകളാണ് ഇതായി നിൽക്കുന്നത്. അപ്പൊ അവർക്കും ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടായിരിക്കും. അവരവർ പഠിപ്പിച്ച സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഓരോ പ്രൊഫസേഴ്സിനും അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു നോക്കാം. എന്താ സാറേ ഈ ഒരു മൊമെന്റിൽ തോന്നുന്നു സാറിന്? നല്ലൊരു ഫംഗ്ഷനാണ്. കാരണം നമ്മൾ ഇത്രമാത്രം കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിന്റെയും ഇതിനകത്തുള്ള ഡയറക്ടർമാരുടെയും എല്ലാവരുടെയും ഒന്നിച്ചുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിന്റെ ഒരു ഭാഗമാക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. നമുക്ക് ഇത്രയും കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റി. നിങ്ങളൊരു ടീമായിട്ടാണോ വന്നിരിക്കുന്നത്? ഉറപ്പായിട്ടും ഞങ്ങളൊരു ടീമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവരെ ഒന്ന് കാണുക, അത്യാവശ്യം എല്ലാവരും ഒന്ന് കണ്ടു, അവരുമായിട്ട് സംസാരിക്കാനുള്ള സമയം കിട്ടി. അപ്പൊ നമ്മള് ഇത്രയും ഒരു വലിയ ഇവന്റിൽ പങ്കെടുക്കാൻ സാധിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരണം നമ്മള് പഠിപ്പിച്ച കുട്ടികള് കുറെ അധികം ആൾക്കാരെ ഒരുമിച്ച് കാണുന്നു. അപ്പൊ അവരുടെ സന്തോഷം നമ്മളോട് പങ്കുവെക്കുന്നു. തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് വളരെ റെയർ ആയിട്ട് കിട്ടുന്നതാണ്. കാരണം ഇത്രയും കുട്ടികൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു, അവരെല്ലാം കൂടെ ഒരുമിച്ച് കാണുക. പിന്നെ കുറെ വിശിഷ്ട വ്യക്തികളൊക്കെ വന്നു. അപ്പൊ അവരെല്ലാം കൂടെ ഒരുമിച്ച് കാണുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. സാറ് പഠിപ്പിച്ച കുറെ സ്റ്റുഡൻസ് സ്റ്റേജിൽ കയറി പ്രൈസും മെഡലും ഒക്കെ വാങ്ങിക്കുന്നത് കണ്ടല്ലേ? അപ്പൊ അങ്ങനെ ഒരു മൊമെന്റ് കണ്ടപ്പോ സാറിന് എന്താ തോന്നി? വർഷങ്ങളായിട്ട് ഞാൻ ഈ പ്രോഗ്രാമിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ വർഷം നമ്മുടെ പാലായിൽ നിന്ന് ഒരുപാട് അകലെ ഒരു സ്ഥലത്ത് ഇത്രയും ആഘോഷമായിട്ട് എന്റെ അധ്യാപന ആദ്യത്തെ വിക്ടറി ഡേ എന്ന് വേണമെങ്കിൽ പറയാം. 720 ഔട്ട് ഓഫ് 720 എന്ന് പറയുന്ന ഒരു മാജിക് നമ്പർ സ്കോർ കരസ്ഥമാക്കിയ വർഷമാണ്. പിന്നെ ഇത്രയും വിപുലമായ രീതിയിൽ ഇത്രയും വലിയൊരു സന്നാഹത്തോടു കൂടി ഇത്രയും സ്റ്റുഡൻസിന്റെയും പേരൻസിന്റെയും രാഷ്ട്രീയ ആൾക്കാരുടെയും ഒക്കെ പ്രസൻസിൽ ഒരു വലിയ സംരംഭത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്പൊ അതിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ടാവും. ബാക്കി കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ അർഷസാനെ ഏൽപ്പിക്കാം. ഇത്രയും വലിയൊരു മഹത്തായ ഒരു സംരംഭത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ പഠിപ്പിച്ച സ്റ്റുഡൻസ്, അതുപോലെ തന്നെ ജയ്സൺ സാർ പറഞ്ഞ പോലെ 720 ഔട്ട് ഓഫ് 720 ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ലെവലിൽ ഫസ്റ്റ് റാങ്കോടുകൂടി നമ്മുടെ സ്റ്റുഡൻസിനെ അവരുടെ ടീച്ചറായിട്ട് മാറി വളരെ അഭിമാന മുഹൂർത്തത്തോടുകൂടി ഈ ഒരു നിമിഷത്തിൽ നിൽക്കാൻ പറ്റുന്നു. ഇത്രയും വലിയൊരു സദസ്സ് കേരളത്തിൽ ഇങ്ങനെ ഒരു സദസ്സ് തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ ഒരു വലിയ സദസ്സിൽ നിൽക്കാൻ പറ്റിയതും ബ്രില്യന്റിന്റെ ഒരു ടീം വർക്കിൽ ഒരു ചെറിയ ഭാഗമായി മാറാൻ കഴിഞ്ഞതുമൊക്കെ എൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് അല്ലെങ്കിൽ ഞാൻ കരുതുകയാണ്. എല്ലാ ടീച്ചേഴ്സിനോടൊപ്പം ഞാനും ആ സന്തോഷത്തിൽ പങ്കെടുക്കുകയാണ്. ഇതുവരെ ഞാൻ വന്നിട്ട് ഇതുവരെ 1-2 വിക്ടറി ഡേയിൽ മാത്രമേ ഞാൻ പങ്കെടുക്കാതിരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിലും പങ്കെടുത്തപ്പോൾ ഇതൊരു കണ്ടതിൽ ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു പരിപാടി ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? നല്ല ഫുഡും നല്ല കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തേത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പിള്ളേർ കാണുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ ഒരു ക്ലാസ് പോയി കഴിഞ്ഞാൽ ആ ക്ലാസ്സിലെ കുട്ടികളെ മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് റാങ്ക് കിട്ടി എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റി. കാണുമ്പോൾ ചില പിള്ളേർക്ക് കൂടി വന്നു, നമ്മളെ ഓർമ്മ പുതുക്കി. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന ചില നിമിഷങ്ങളാണ് ഇന്ന് നമുക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും, കുറച്ചുപേരെ കണ്ടു, ബാക്കിയുള്ളവരെ കാണാനുണ്ട്. അവർക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നമ്മുടെ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ബ്രില്യന്റിന്റെ ഭാഗത്തുനിന്ന് നേരുന്നു. ഓൾ ദി ബെസ്റ്റ് അവർക്ക് നേരുന്നു. ഓക്കെ, സന്തോഷം. കാരണം വെച്ചാൽ നമ്മുടെ ഫ്രണ്ടില് നമുക്ക് സ്റ്റുഡൻസ് ആയിട്ടിരുന്ന കുട്ടികൾ ഈ ഒരു വലിയൊരു അംഗീകാരം നേടുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷവും അഭിമാനവും. ഫീലിംഗ് വെരി 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 പ്രൗഡ് വെൻ സ്റ്റുഡൻസ് കം ആൻഡ് ടോക്ക് ടു അസ് ആൻഡ് സേ ദാറ്റ് ഓക്കെ മിസ് പഠിപ്പിച്ചിട്ടുണ്ട്, അതാ ഇന്ന ടോപ്പിക്കാണ് പഠിപ്പിച്ചത്, ഇന്ന ടോപ്പിക്കുകൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ വന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര അഭിമാനമാണ് നിറഞ്ഞ നിമിഷങ്ങളാണ് ഇതെല്ലാം. വെരി ഹാപ്പി. പഠിപ്പിച്ച കുട്ടികളെ കാണാൻ പറ്റി, അവരുടെ പേരൻസിനെ കാണാൻ പറ്റി. പേരൻസിന്റെ മുഖത്തുള്ള സന്തോഷം കാണുമ്പോഴാണ് നമുക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നുന്നത്. അധ്യാപികയായതിലും ബ്രില്യന്റിന്റെ പാർട്ടായതിലും ഒരുപാട് സന്തോഷം. നല്ല ഫംഗ്ഷൻ, മനോഹരമായ ഫംഗ്ഷൻ. കുട്ടികളെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കുട്ടികളെ കാണാൻ പറ്റി, അതിനപ്പുറം അവരുടെ പേരൻസിനെയും കാണാൻ പറ്റി. ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫുഡാണെങ്കിലും അടിപൊളി തന്നെ. വളരെ ഗ്രാൻഡായ ഒരു ഫംഗ്ഷൻ. എല്ലാ തരത്തിലും വളരെ മനോഹരമായ ഒരു ഫംഗ്ഷൻ. ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇന്ന് ഇറ്റ്സ് എ ഗ്രേറ്റ് ഡേ. ഇന്ന് ബ്രില്യന്റ്, ബീങ് എ മെമ്പർ ഓഫ് ബ്രില്യന്റ് ഫാമിലി, ബീങ് വെരി പ്രൗഡ്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഒക്കേഷൻ. ഒരുപാട് കുട്ടികളെ കാണാൻ പറ്റി, ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി. ഇറ്റ് വാസ് ഗ്രേറ്റ് ആൻഡ് ദ ആംബിയൻസ് ഈസ് വണ്ടർഫുൾ. ഇവിടെ ഇറ്റ് ഇസ് ഇൻ അഡ്ലക്സ്. അഡ്ലക്സ് ഇസ് എ ഗ്രേറ്റ് പ്ലേസ്. അതുപോലെ തന്നെ ബ്രില്യന്റ് ഹാസ് അറേഞ്ച്ഡ് എ ബ്യൂട്ടിഫുൾ ലഞ്ച്
അത് നല്ല 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 ഒരു ഫുഡായിരുന്നു. ഇറ്റ് വാസ് റിയൽ പ്ലഷർ. ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ തന്നെ വളരെ മാർവലസ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം നമ്മൾ പഠിപ്പിച്ച വിദ്യാർത്ഥിനികള് അവരുടെ മാതാപിതാക്കൾക്കൊപ്പം നമ്മൾ ചെലവഴിച്ച കുറച്ച് നിമിഷങ്ങള് അവരുടെ അച്ചീവ്മെന്റിലെ അവരുടെ കുട്ടികളുടെ ജീവിതത്തിലെ അച്ചീവ്മെന്റില് നമുക്ക് അവരുമായിട്ട് സന്തോഷം പങ്കുവയ്ക്കാനും ഫ്യൂച്ചർ അവരുടെ ആംബിഷൻസ് സഫലീകരിക്കാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഓവറോൾ ഈ ഫംഗ്ഷൻ ഇത് കണ്ടക്ട് ചെയ്ത മാനേജ്മെന്റ് ശരിക്കും അപ്രീഷിയബിൾ ആണ് ഈ ഇങ്ങനെ ഒരു ഈവന്റ് കണ്ടക്ട് ചെയ്തതിൽ. അപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. ഇനിയും ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ടീച്ചർ, ആക്ച്വലി ഞാൻ ഈ ഫാമിലിയിൽ പെടുന്ന ഒരാളല്ല. ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സിൽ നിന്നാണ്. എനിക്കുള്ള ഒരു പേഴ്സണൽ ഹാപ്പിനെസ് ആണ് ഞാനിവരെ, അതായത് നമ്മുടെ ഈ ബാച്ചിനെ എല്ലാത്തിനും ബേസിക് മാത്തമാറ്റിക്സ് ആക്ച്വലി അറിയാമല്ലോ. അതായത് മെഡിക്കലിന് ഫിസിക്സ് ഉണ്ട്, ഫിസിക്സ് ഉള്ളതുണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിക്കും ഞാൻ എന്തിനാ ഇവിടെ, നമ്മൾ മറ്റേ മാത്തമാറ്റിക്സിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാളിപ്പോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ് നമുക്ക് മെഡിക്കലിന് എവിടെയാണെന്ന് നമുക്കൊരു ചോദ്യമുണ്ട്. ഞങ്ങളാണ് ഫിസിക്സിന്റെ ബേസിക് മാത്തമാറ്റിക്സ് പഠിപ്പിച്ചത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വന്നിരുന്ന ആരും അങ്ങനെ തിരിച്ചറിയപ്പെടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മളെ ഞെട്ടിച്ചു. കാരണം ഈ പിള്ളേരെല്ലാവരും നമ്മളെ അറിയുന്നുണ്ട്, പോടി എന്ന് വർത്താനം പറയുന്നുണ്ട്. അതിന്റെ ഒരു പേഴ്സണൽ ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ പരിപാടി ആസ് യൂഷ്വൽ ഗ്രാൻഡ് പരിപാടിയാണ്. ഇത്തവണ നമ്മുടെ പരിപാടി നടക്കുന്നത് അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ്. ഗ്രാൻഡ് പരിപാടിയാണ്, അടിപൊളിയാണ്. മനുഷ്യരെ നമുക്ക് 720 കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു ഫംഗ്ഷനാണ്. അപ്പൊ ഇത് കുറച്ചുകൂടെ ഗ്രാൻഡ് അല്ലേ? അതായത് ഇത്തവണ നമുക്ക് ഇതിൽ കൂടുതൽ ഗ്രാൻഡ് ആയിട്ട് ഒരു പരിപാടി നടത്തുക എന്ന് പറയുന്നത് ചിന്തിക്കാമെന്ന് തോന്നുന്നില്ല. അതുപോലെയാണ് ഇത്തവണത്തെ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇത്രയും ആളുകളെ വിളിച്ച് ഇത്രയും വലിയൊരു ഓഡിറ്റോറിയത്തിൽ അതായത് കേരളം ഉറ്റുനോക്കുന്ന ഒരു പരിപാടിയൊക്കെ നമ്മളിത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആർക്കും, അതായത് എല്ലാവരുടെയും മുഖത്ത് ചിരി മാത്രം കാണുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ഇത്ര ഫസ്റ്റ് റാങ്ക് മാത്രമല്ല, ഇത്തവണ വന്നിരിക്കുന്ന റിസൾട്ട് കുട്ടികളുടെ എണ്ണത്തിലും വലിയ വർധനമുണ്ട്. നമ്മൾ ഇത്രയും വലിയൊരു ഓഡിറ്റോറിയം എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്രയും കുട്ടികളെ മാത്രമല്ല, ഇത്തവണത്തെ റിസൾട്ടിന് ടീച്ചർ അറിഞ്ഞാണല്ലോ നമ്മുടെ കോട്ടയം നമ്മുടെ ടോപ്പ് ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ കോട്ടയം ജില്ല ബ്രില്യന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കാരണം കോട്ടയം ജില്ല ടോപ്പ് ലെവലിലേക്ക് എത്തിയിരിക്കുന്ന കുട്ടികളുടെ എണ്ണം കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രോഗ്രാം വലിയതാകുന്നതും ഈ ആളുകളുടെ എണ്ണം കൊണ്ടാണ്, കുട്ടികളുടെ എണ്ണം കൊണ്ടാണ്. വളരെ ഗ്രാൻഡായ ഒരു ഫംഗ്ഷൻ വളരെ സ്പേഷ്യസ് ആയ ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ നടത്തി. എല്ലാവിധ ആശംസകളും ഇത് ഭാരവാഹികൾ. വളരെ സന്തോഷം. മനുസാറ് പറഞ്ഞതുപോലെ വളരെ ഹാപ്പിയാണ്, എല്ലാവരും വളരെ ഹാപ്പിയാണ്. നമ്മൾ വന്നു, നമ്മൾ പഠിപ്പിച്ച കുട്ടികളെ കണ്ടു, കുട്ടികൾക്ക് സന്തോഷം, പാരന്റ്സിന് സന്തോഷം, നമ്മൾ ടീച്ചേഴ്സിന് സന്തോഷം, വന്ന ഗസ്റ്റിന് സന്തോഷം. ഒരൊറ്റ പേര്, ബ്രില്യന്റ്. ഓരോ വർഷം കഴിയുന്തോറും പുതിയ പുതിയ ഹൈറ്റ്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എല്ലാ രീതിയിലും പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ ഹൈറ്റ്സിലേക്കാണ്. വളരെ സന്തോഷം ഇതിന്റെ ഒരു പാർട്ടായിട്ട് നിൽക്കാൻ സാധിച്ചതിന്. എല്ലാവർക്കും എല്ലാ ആശംസകളും. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.